നമ്മുടെ ഹോസ്റ്റലും ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം ഈ ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഒന്നിനും നമുക്ക് പുറത്തേക്ക് പോകുന്നതിൻ്റെ ആവശ്യമേ വരുന്നില്ല. എല്ലാം ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളെ പഠന കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ഡെയിലി അപ്ഡേഷൻസ് പേരൻസിന് തന്നെ ഡെയിലി പോകും. അതായത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ക്ലാസ്സിൽ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ അതല്ലെങ്കിൽ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണോ വരുന്നത്, അങ്ങനെ എല്ലാ ഡെയിലിയുള്ള അപ്ഡേഷൻസും നിങ്ങളുടെ പേരൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് പോകും. അതുപോലെ തന്നെ ഡെയിലി എക്സാംസ് ഉണ്ട്. നമുക്ക് നിങ്ങൾ തലേന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പിറ്റേന്ന് രാവിലത്തെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാംസ് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ വീക്കിലുള്ള എക്സാമിൻ്റെ റിപ്പോർട്ട്സ്, അങ്ങനെ ഓരോ മൊഡ്യൂളിലും നിങ്ങൾക്ക് ഇവിടെ വീക്കിലി എക്സാംസ് ഉണ്ടാവും. 4 മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക്: റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്. അപ്പോൾ ഈ 4 മൊഡ്യൂൾസിലും ഏതിലെങ്കിലും ഒന്നിലും നമ്മുടെ കുട്ടികൾ വീക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ക്ലാസ്സസ്, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മുടെ ഓരോ കുട്ടികൾക്കും നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്.